വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം. സ്വർണ്ണവില പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഉള്ളത്. സ്ലൈറ്റ് മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ വളരെ വലിയ രീതിയിലാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും ഇന്ത്യയിൽ നോക്കിയപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇൻറ്റൻസിഫൈ ചെയ്ത രീതിയിലാണ്. ഭയങ്കര സിവിയർ സ്റ്റേജ് തന്നെയാണ് അതുള്ളത്. ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ബേസിൽ സേഫ് ഹെവൻ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞ സ്വർണ്ണവില വീണ്ടും കരകയറി വരുന്ന അവസ്ഥയാണുള്ളത്. ഗോൾഡ് താഴേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും കരകയറി വരികയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏതോ ഒരു ദിവസം ഹയർ ലെവൽ ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില ഏതോ ഒരു ഹയർ ലെവലിൽ കേരളത്തിൽ നിൽക്കുന്നു. എന്നാൽ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണ്ണവില ഒരു ഇടിച്ചിലുണ്ടാകുമ്പോൾ കേരളത്തിൽ അതിനനുസൃതമായിട്ട് ഇടിച്ചിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഗോൾഡ് എത്രമാത്രം മുകളിലേക്ക് പോകുന്നു എന്നുള്ളതിനനുസൃതമായിട്ട് താഴേക്ക് പിന്നീട് പുൾ ബാക്ക് ഉണ്ടാകുമ്പോൾ വരുന്നില്ല എന്ന് മാത്രമല്ല, ഇൻ്റർനാഷണൽ ലെവലിൽ താഴേക്ക് വരുന്നതിൻ്റെ അനുപാതികത്തിൽ പോലും കേരളത്തിൽ പ്രകടമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം 56,840 ഉണ്ടായ സമയത്ത് സ്വർണ്ണവില 2,670, 72-75 ആ ലെവല്. പക്ഷേ 2,659 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോഴും സ്വർണ്ണവില ഇപ്പോൾ കേരളത്തിൽ 56,800 ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് രണ്ട് നിലക്കും സൈമിൾട്ടേനിയസ്ലി ഇത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. സ്വർണത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ കാര്യം, ഇന്ത്യയിലെയും ലോകത്തിലെ എല്ലായിടത്തും കാര്യം. അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു വേർഡ് വെറുതെ പോയോ. ഗോൾഡിൻ്റെ കാര്യം പറയാൻ 56,800 ഇന്ന് കേരളത്തിൽ 80 രൂപ കൂടുകയോ അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ലാതിരിക്കുകയോ ചെയ്തേക്കാം. ഇപ്പോൾ 80 രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില ഇത്രയും വലിയ ടെൻഷനാണുള്ളത്. ഇനിയിപ്പോഴും ഒരു വലിയൊരു ഫിയർ ഉണ്ട്. ഇറാൻ അറ്റാക്ക് ചെയ്തല്ലോ ഇസ്രായേലിനെ. അപ്പോൾ അതിന് ഇനി റെസ്പോണ്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു വലിയൊരു ഒരു ദിവസങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് സമാധാനത്തേക്ക് വരട്ടെ കാര്യങ്ങൾ, ഒരു റെസ്പോണ്ട് ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. റെസ്പോണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലത് ലോകരാഷ്ട്രങ്ങൾക്ക് അത് ഒരു ഡീലിലെത്തിയ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എല്ലാ ആളുകൾക്കും നല്ലത്. നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നത് അതുവഴി തടയാനാകും.